ജൂലൈ മാസം അടിച്ചു പൊളിക്കാൻ ഈസി സ്റ്റോറിൽ ജിൽ ജൂലൈ സെയിൽ. സ്മാർട്ട് ഫോണുകൾക്ക് 75% വരെയും മൾട്ടിമീഡിയ ഗാഡ്ജറ്റ്സ്, ആക്സസറികൾ തുടങ്ങിയവയ്ക്ക് 50% വരെ ഡിസ്കൗണ്ടുകളുമായി തകർപ്പൻ ഓഫറുകളാണ് ഈസി സ്റ്റോറിലുള്ളത്. ഏറ്റവും ആകർഷകമായ വിലയിൽ സാംസങ് ഫ്ലിപ്പ് 5 വാങ്ങുമ്പോൾ നേടാം 8000 രൂപ വില വരുന്ന സൗണ്ട് ബാർ തികച്ചും സൗജന്യമായി. കൂടാതെ 24,990 രൂപ മുതൽ ലാപ്ടോപ്പുകളും എല്ലാവിധ സർവീസുകൾക്കും മികച്ച ഡിസ്കൗണ്ടുകളും. ഈസി കെയറിൽ സൂപ്പറാണ് കെയർ, ഫാസ്റ്റ് ആണ് സർവീസ്. ഉടനെ തന്നെ ഈസി സ്റ്റോറിലെത്തൂ. ഏറ്റവും മികച്ച ഷോപ്പിംഗ് അനുഭവം സ്വന്തമാക്കൂ. അനാഥരുടെ പേരിൽ ബലി ചേർത്ത് ഗണേശും ബാബുവും. അനാഥരായി മരണപ്പെട്ടവർക്കായി ബലിയിടാൻ ഇക്കുറിയും അവർ എത്തി. എല്ലാ വർഷത്തിലും അനാഥർക്ക് ബലിയിടാൻ ശക്തികുളങ്ങര സ്വദേശികളായ ഗണേശും ബാബുവും തിരുമുല്ലാവാരം പാപനാശത്തിൽ എത്താറുണ്ട്. ഇക്കുറിയും പതിവ് തെറ്റിയില്ല. അനാഥരായി കൊല്ലം ജില്ലയിൽ മരണപ്പെട്ട നിരവധി ആളുകൾക്കു വേണ്ടി ഇവർ ബലിതർപ്പണം നടത്തി. ബലിതർപ്പണം നടക്കുന്ന സ്ഥലത്തെത്തി രസീതിൽ അനാഥർ എന്ന് പേരെഴുതി പണമടച്ച ശേഷം ബലിതർപ്പണം പൂർത്തിയാക്കി മടങ്ങാറാണ് പതിവ്. വർഷങ്ങളായി ജീവകാരുണ്യ പ്രവർത്തനം നടത്തി വരികയാണ് ഈ രണ്ടുപേർ. തുന്നൽക്കാരനായ ഗണേശും പാചക തൊഴിലാളിയായ ബാബുവും വർഷങ്ങളായി ജീവകാരുണ്യ മേഖലയിൽ സജീവമാണ്. വർഷങ്ങളായി നടന്നു വരുന്ന യമാവതി ദിവസമായ ഇന്ന് അനാഥർക്ക് വേണ്ടി ബലിതർപ്പണം നടത്താൻ സാധിച്ചതിൽ വളരെ സന്തോഷകരമുണ്ട്. ഒരു പുണ്യമായി തന്നെ അത് കാണുകയാണ്. എല്ലാവർക്കും ആത്മശാന്തി അടയുവാനും അവരുടെ ആത്മാവിന് നിത്യശാന്തി നേടുവാനും സാധിക്കുന്നു വിശ്വസിക്കുന്നു ഈ ദിവസം. അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് എല്ലാവർക്കും വേണ്ടി റോഡിൽ അരഞ്ഞിരിഞ്ഞ് കടന്ന് ഹോസ്പിറ്റലിൽ കടന്ന് വയസ്സായവരെയും കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവരെ ഓർഫനേജുകളിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് മരണപ്പെടുകയും ചെയ്തവരെ, ഒരുപാട് പേരെ മരണപ്പെട്ടവരെ നമ്മൾ ശ്മശാനത്തിൽ കൊണ്ടുപോയി അടക്കം ചെയ്ത് ഈ ഗണേശണ്ണൻ അതിൻ്റെതായ കൃത്യനിർവഹണം ഒരുപാട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ അച്ഛനമ്മയും ജീവിച്ചിരിപ്പുണ്ട്. അതുകൂടാതെ ഞാനിങ്ങനെ ഒരുപാട് അനാഥരായ ജന്മങ്ങളെ ഒരുപാട് അടക്കം ചെയ്യും. അതായത് ഈ അടക്കം ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളെ പോലീസിന്റെ സഹായത്തോടെയും എൻ്റെ കൂടെ ഉള്ള സഹപ്രവർത്തകരായ ശ്യാം, ബാബു, ജോൺസൺ, ഫയർഫോഴ്സിലെ മനോജ് സാറ്, രഞ്ജിത്ത്, ഇന്ന് ഇത്ര ആൾക്കാരുടെ കൂട്ടായ്മയുടെ കൂടാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്. ജില്ലയിൽ അനാഥരായി എത്തുന്നവരെ ഏറ്റെടുത്ത് അഗതി മന്ദിരങ്ങളിൽ എത്തിക്കുവാനും ചികിത്സയ്ക്കായി ആശുപത്രികളിൽ എത്തിക്കുകയും അപകട സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തകരായും ഇവർ രണ്ടുപേരും തുടർന്നു വരുന്നു. അനാഥരായി കൊല്ലത്ത് മരണപ്പെടുന്നവരെ ബന്ധുക്കൾ ആരുമില്ലാതെ മോർച്ചറിയിൽ മൃതശരീരം സൂക്ഷിക്കുമ്പോൾ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് മൃതദേഹം ഏറ്റുവാങ്ങി ഗണേശും ബാബുവും മറ്റു സുഹൃത്തുക്കളും ചേർന്ന് ശ്മശാനത്തിലെത്തിച്ച് അന്ത്യകർമ്മങ്ങൾ പൂർത്തീകരിച്ച് മൃതശരീരം മറവ് ചെയ്യുകയാണ്. മൃതശരീരങ്ങൾ മറവ് ചെയ്യുന്നതിന്റെ മുഴുവൻ ചിലവുകളും ഇവർ തന്നെയാണ് വഹിക്കുക. കൊല്ലത്ത് ബാബുവും ഗണേശും ഉള്ളപ്പോൾ ആരും അനാഥമായി മരിക്കുന്നില്ല, സനാഥരായാണ് മരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.